ഹലോ ഗൈസ്, നമ്മൾ ഇന്നലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഏതൊക്കെ ലെവൽസിൽ നിന്നാണ് എൻട്രി നോക്കുന്നതെന്ന്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ ഇന്നൊരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ട്രേഡിലോട്ട് പോവാം. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ ഒരു വലിയ റെഡ് ക്യാൻഡിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോവും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തത്. അപ്പോൾ നമുക്ക് ആ ഒരു ട്രേഡിലോട്ട് പോവാം. ഞാൻ ട്രേഡ് ഏകദേശം ഒരു 10 മണി ആ ഒരു സമയത്താണ് ഞാൻ ട്രേഡ് എടുത്തത്. ഇതായിരുന്നു ആ ഒരു ട്രേഡ്. ഇതായിരുന്നു ഞാൻ എൻട്രി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെയായിരുന്നു ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തതാണ്, എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് നേരെ ചാർട്ടിലോട്ട് പോവാം. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ വലിയൊരു റെഡ് ക്യാൻഡിലാണ്. അപ്പോൾ നമുക്ക് തോന്നി വീണ്ടും മാർക്കറ്റ് താഴോട്ട് പോകാൻ ചാൻസ് കൂടുതലാണെന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ നമുക്കൊരു 9:56 നമുക്കൊരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ലിക്വിഡിറ്റി പോയിന്റ് ആണ്. ഇവിടുത്തെ ലിക്വിഡിറ്റി എടുക്കാതെ മാർക്കറ്റ് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി പോയിന്റിലേക്ക് വന്ന് അവിടുത്തെ ലിക്വിഡിറ്റി എടുത്തതിൻ്റെ ശേഷം മാർക്കറ്റ് ഒരു റിജക്ഷൻ കാണിച്ച കാരണം കൊണ്ടാണ് നമ്മൾ അവിടുന്ന് ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ടാർഗറ്റ് ആദ്യം സെറ്റ് ചെയ്താറ് ഈ ഒരു പോയിന്റ് ആയിരുന്നു. കാരണം ഇതാണ് 15 മിനിറ്റിൻ്റെ അടുത്ത ലിക്വിഡിറ്റി വരുന്നത്. പക്ഷെ നമ്മൾ അതിന് മുമ്പായിട്ട് തന്നെ ട്രേഡിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ട്രേഡിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 5 മിനിറ്റ്സിൻ്റെ നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ്സിൻ്റെ ഇതൊരു ലിക്വിഡിറ്റി ഏരിയയാണ്. ഇപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്ത ആ ഒരു ലെവൽ നോക്കി വെച്ചോ, അതൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. അപ്പോൾ വീണ്ടും മാർക്കറ്റ് ആ ഒരു ലെവലിലോട്ട് വന്നു. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മാർക്കറ്റ് ആ ഒരു ലെവലിലോട്ട് വന്നു, അവിടുത്തെ ലിക്വിഡിറ്റി എടുത്തു, മാർക്കറ്റ് വീണ്ടും അപ്സൈഡ് പോയി. ഇവിടെ നമ്മൾ ട്രേഡിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വീണ്ടും മാർക്കറ്റ് ആ ഒരു ലെവലിൽ വന്നിട്ട് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിൻ്റെ ശേഷം മാർക്കറ്റ് വീണ്ടും അപ്സൈഡിലേക്ക് ഒരു മൂവ് കാണിച്ചു തരുകൊണ്ടാണ് നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ട്രേഡിൽ നിന്ന് ഇറങ്ങിയത്. ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ട്രേഡിൽ നിന്ന് ഇറങ്ങിയത് കാരണം ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇപ്പോൾ മാർക്കറ്റ് നമ്മൾ വരച്ച ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് നല്ല രീതിക്ക് മുകളിലോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ട്രേഡിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം.